കേരള PSCയുടെ ജൂൺ 23 ചേർന്ന യോഗത്തിൽ 67ഓളം തസ്തികയിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ എന്നീ തസ്തികകളാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ഇതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ 19 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBCക്കാർക്ക് 33 വയസ്സുവരെയും SC/STക്കാർക്ക് 35 വയസ്സുവരെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. സാലറി സ്കെയിൽ 20,000 ടു 45,800 ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ +2 ആണ് വേണ്ടത്. കൂടാതെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വെവ്വേറെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ മിനിമം ഹൈറ്റ് 168 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വിത്ത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആണ്. സ്ത്രീകൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. 1 വർഷമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. എറണാകുളം ജില്ലയൊഴികെ ബാക്കി ജില്ലകളിൽ 2024 ഡിസംബർ മാസത്തിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത്. ഈ വർഷം ഡിസംബറിൽ നിലവിലെ ലിസ്റ്റ് അവസാനിക്കും. അതായത് പുതിയ ലിസ്റ്റ് 2025 ഡിസംബറിൽ എറണാകുളം ജില്ലയിലൊഴികെ നിലവിൽ വരും. പലർക്കും വരുന്ന കൺഫ്യൂഷനാണ് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് കൂടുതലെന്ന്. അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/4/2024 ഇതുവരെയായി 24 അഡ്വൈസുകൾ തിരുവനന്തപുരം ജില്ലയിൽ അയച്ചിട്ടുണ്ട്. അടുത്തത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 26/12/2024 ഇതുവരെ 22 അഡ്വൈസുകൾ അയച്ചിട്ടുണ്ട്. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/12/2024 40 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് കോട്ടയം ജില്ലയാണ്. 30/12/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 4 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/12/2024 69 അഡ്വൈസുകൾ ഇതുവരെയായി അയച്ചിട്ടുണ്ട്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/5/2023 32 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 19/12/2024 31 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് പാലക്കാട് ജില്ലയാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 26/12/2024 30 അഡ്വൈസുകൾ ഇതുവരെയായി അയച്ചിട്ടുണ്ട്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 13/12/2024 22 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. 26/12/2024 കോഴിക്കോട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 26 അഡ്വൈസുകൾ ഇതുവരെയായി അയച്ചിട്ടുണ്ട്. അടുത്തത് വയനാട് ജില്ലയാണ്. 26/12/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 18 അഡ്വൈസുകളാണ് ഇതുവരെയായി അയച്ചിട്ടുള്ളത്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 13/12/2024 ഇതുവരെയായി 9 അഡ്വൈസുകളാണ് അയച്ചിട്ടുള്ളത്. അവസാനമായി കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 18/12/2024 5 അഡ്വൈസുകളാണ് ഇതുവരെയായി കാസർഗോഡ് ജില്ലയിൽ നിന്നും അയച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ നിയമനങ്ങൾ സൈറ്റിൽ ലഭ്യമല്ല. അതുകൊണ്ട്
13 ജില്ലകളിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 332 ആണ്. ഇത് വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് അയച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 6 മാസം കൂടി ബാക്കി നിൽക്കെ 69 ടോട്ടൽ അഡ്വൈസുകൾ ഇടുക്കി ജില്ലയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും അഡ്വൈസ് ലഭിച്ചതിനാൽ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇടുക്കി കഴിഞ്ഞാൽ പത്തനംതിട്ടയിലാണ് കൂടുതൽ അഡ്വൈസ് പോയത്, 40 അഡ്വൈസുകൾ. നിയമനങ്ങൾ കുറഞ്ഞ കാസർഗോഡ്, കോട്ടയം ജില്ലകളേക്കാൾ നിയമനം കൂടിയ ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.